പ്രിയപ്പെട്ട അധ്യാപകർ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സമായോജനം എന്താണ്, അപസമായോജനം എന്താണ്, അതുപോലെ തന്നെ സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്താണ് എന്നും കൂടിയാണ്. ആദ്യമായിട്ട് സമായോജനം എന്താണ് എന്ന് നമുക്ക് പറയാം. ഒരു വ്യക്തി മുഖ്യ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പ്രകൃതിയോട് പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രകൃതിയോട് പൊരുത്തപ്പെട്ട് പരിസ്ഥിതി സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് അതിനോട് ഇണങ്ങി ജീവിതത്തിന് പരിഹാരം കാണുകയും ഇണങ്ങി ജീവിക്കാനുള്ള ആർജവം നേടുകയും ഒക്കെ ചെയ്യുന്നത് സമായോജനം എന്ന് പറയുന്നത്. അപസമായോജനം എന്നാൽ സമായോജനത്തിൻ്റെ നേരെ വിപരീതമാണ്. ഒരു വ്യക്തിക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരികയും പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോഴാണ് അപസമായോജനം സംഭവിക്കുന്നത്. അപസമായോജനത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളെയാണ് നമ്മൾ സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറയും. അതായത് അപസമായോജനത്തിനായിട്ടുള്ള ഒരു വ്യക്തി അപസമായോജനത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി കണ്ടെത്തുന്ന കുറച്ച് തന്ത്രങ്ങളാണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ മോഹഭംഗത്തിൽ നിന്നും മാനസിക സംഘർഷത്തിൽ നിന്നും കുടുംബ കലഹത്തിൽ നിന്നുമൊക്കെയാണ് അപസമായോജനം സംഭവിക്കുന്നത്. അപസമായോജനത്തിൻ്റെ പ്രധാന കാരണം എന്നാൽ മോഹഭംഗവും അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ, കുടുംബ കലഹങ്ങൾ, അതുപോലെ തന്നെ മീഡിയയുടെ സ്വാധീനം, ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് അപസമായോജനം സംഭവിക്കും. ഇനി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന കുറച്ച് ക്രിയാതന്ത്രങ്ങളുണ്ട്. അതിനാണ് നമ്മൾ സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒന്നാമത്തത് നിഷേധം. നിഷേധം എന്നാൽ നമ്മൾ യഥാർത്ഥ ജീവിത യാഥാർത്ഥ്യത്തെ, നമ്മൾക്ക് അരോചകമായിട്ട് തോന്നുന്ന യാഥാർത്ഥ്യത്തെ അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക, അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചാൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ അത് യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കാര്യത്തെ, നമുക്ക് അരോചകമായിട്ട് ഉള്ള യാഥാർത്ഥ്യബോധമായിട്ടുള്ളൊരു കാര്യത്തെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുകയും വിളിച്ചാൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ കേട്ടില്ലെന്ന് നടിക്കുക, ഇതൊക്കെയാണ് അതിനെ നിഷേധിക്കുക. ഇതൊക്കെയാണ് നിഷേധത്തിൽ പെടുന്നത്. നമ്മൾ പറയാൻ പോകുന്ന സമായോജന തന്ത്രം ദമനം അഥവാ റിപ്രഷൻ. നമ്മളുടെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മൾക്ക് പാപബോധം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് അഥവാ ദമനം അഥവാ റിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ, നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോയ മോഹങ്ങൾ, ഇവയൊക്കെ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന ഒരു സമായോജന തന്ത്രമാണ് ദമനം. യഥാർത്ഥത്തിൽ പാപബോധം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മറക്കാൻ ശ്രമിക്കുകയും അത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ മറക്കാൻ വേണ്ടി നമ്മൾ അത് അബോധ മനസ്സിലേക്ക് തള്ളിവിടുകയും ചെയ്യുകയാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ദമനം എന്ന് പറയുന്നത്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സമായോജന തന്ത്രമാണ്. ഇത് അബോധ മനസ്സിലേക്ക് നമ്മളുടെ വേദനാജനകമായ അനുഭവങ്ങൾ ഇങ്ങനെ പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് പല മാനസിക രോഗങ്ങൾക്കും ഡിപ്രഷനിലേക്കൊക്കെ വഴി മാറാനുള്ള ഒരു കാരണം കൂടി ആവുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ സമായോജന തന്ത്രമായിട്ടുള്ള യുക്തീകരണമാണ്. യുക്തീകരണം എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ട് തരത്തിൽ പറയാറുണ്ട്. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി അല്ലെങ്കിൽ മധുരിക്കുന്ന നാരങ്ങ ശൈലി എന്ന് പറയും. അതായത് നമ്മളുടെ പരാജയങ്ങൾ, നമ്മളുടെ കഴിവുകേടുകൾ, നമുക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മളുടെ തെറ്റുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തെറ്റായ രീതിയിൽ ന്യായീകരിക്കുന്നതിനെയാണ് ഇവിടെ യുക്തീകരണം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പരാജയങ്ങളും നമ്മളുടെ കഴിവുകേടുകളും നമ്മൾ തെറ്റായ രീതിയിൽ ന്യായീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കുറുക്കൻ്റെ കഥയൊക്കെ ഉണ്ട്. മുന്തിരിങ്ങ കിട്ടാത്തത്, അത് മുന്തിരിങ്ങ കിട്ടിയാലും എന്താണ്, അത് ഭയങ്കര പുളിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന കുറുക്കൻ്റെ കഥ പോലെയാണ് യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ.
അതായത് നമ്മളുടെ നമ്മളുടെ കഴിവ് കേടുകളെയും നമ്മളുടെ പരാജയങ്ങളെയും ഒക്കെ നമ്മൾ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുക. ഇപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞൊരു കുട്ടി പരീക്ഷയ്ക്ക് ഇപ്പോൾ അധികം പഠിച്ച് മാർക്ക് കിട്ടിയിട്ട് ഇപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ യുക്തീകരണത്തിൽ ഉള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ. അതായത് നമ്മളുടെ അസ്വീകാര്യമായിട്ടുള്ള അവസ്ഥകൾ, നമ്മുടെ നടന്നിട്ടില്ലാത്ത ആഗ്രഹങ്ങൾ, നടക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെ, നമ്മുടെ കഴിവുകേടുകളെ, നമ്മുടെ സങ്കടങ്ങളെയൊക്കെ ശക്തമായിട്ടുള്ള സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുക. അതായത് നമ്മുടെ പരാജയങ്ങളും നമുക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങളുമൊക്കെ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുക. ഫോർ എക്സാമ്പിൾ, കുട്ടികളില്ലാത്തൊരു ദമ്പതികൾ കൂടുതലായിട്ടും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലെങ്കിൽ അനാഥ കുട്ടികളെ കൂടുതൽ ആ ഒരു രീതിയിൽ സാമൂഹിക സേവന രീതിയിൽ ഒക്കെ പ്രവർത്തിക്കുന്നവരാവുക. അതായത് അവരുടെ ആ ഒരു കുറവ്, അതിലുള്ള അവരുടെ ആ ഒരു സങ്കടം നികത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ നടക്കാതെ പോയ അവരുടെ ഒരു ആഗ്രഹം നികത്താൻ വേണ്ടി, മറികടക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയ. സാമൂഹിക കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയോ ഒക്കെ ചെയ്ത് അവരുടെ ആ ഒരു വേദന അവിടെ മറച്ചു വയ്ക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ഒരു സമായോജന തന്ത്രമാണ് അനുകൂലനം അഥവാ കോമ്പൻസേഷൻ. നമ്മളുടെ ഒരു കുട്ടി നമ്മളുടെ ഒരു മികവിൽ ഒരു മേഖലയിൽ കഴിവ് തെളിയിക്കാൻ കഴിയാതെ പോയൊരു കുട്ടി മറ്റൊരു മേഖലയിൽ കഴിവ് തെളിയിക്കുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അനുകൂലനം അഥവാ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ഒരു മേഖലയിൽ കഴിവ് തെളിയിക്കാത്ത കുട്ടി, ഒരു മേഖലയിൽ വളരെ കുറഞ്ഞ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കുട്ടി അതിൻ്റെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി മറ്റൊരു മേഖലയിൽ വളരെ മികവ് പുലർത്തുന്ന ഒരു രീതിയാണ് അനുകൂലനം എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി കലാകായിക മേഖലയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കോമ്പൻസേഷൻ. അതായത് ഒരു മേഖലയിൽ വേണ്ടത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്തൊരു കുട്ടി അത് മറ്റൊരു മേഖലയിലൂടെ കോമ്പൻസേറ്റ് ചെയ്യുക, മറ്റൊരു മേഖലയിൽ മികച്ചു നിൽക്കുക. പഠനത്തിൽ മികവ് തെളിയിക്കാത്തൊരു കുട്ടി കലാകായിക മേഖലകളിലൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പൻസേഷൻ അഥവാ അനുകൂലനത്തിൽ പെടുന്നത്. ഇനി അടുത്തത് നമ്മൾ പ്രക്ഷേപണം. അടുത്ത സമായോജന തന്ത്രമാണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ എന്നാൽ ഒരു വ്യക്തിയുടെ പരാജയങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തോൽവികളൊക്കെ നമ്മൾ മറ്റൊരാളിൽ ചുമത്തി രക്ഷപ്പെടുക. ഒരു വ്യക്തിയുടെ പരാജയങ്ങളും അയാളുടെ കഴിവുകേടുകളുമൊക്കെ മറ്റൊരാളിൽ ചുമത്തി രക്ഷപ്പെടുന്ന ഒരു രീതിയാണ് പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം. അതായത് ഇപ്പോൾ പരീക്ഷയിൽ മാർക്ക് കിട്ടാത്തൊരു കുട്ടി ചോദ്യപേപ്പർ ഭയങ്കര ടഫായിരുന്നു, അല്ലെങ്കിൽ ടീച്ചർ ആ പാഠഭാഗം എടുത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ തൻ്റെ കഴിവുകേടുകൾ മറ്റൊരാളിൽ ചുമത്തി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇത് പറയുന്നത്. നിരാശാബോധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രക്ഷേപണം ഉടലെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പരീക്ഷ പേപ്പർ ടഫായിട്ടുള്ളൊരു കുട്ടി അല്ലെങ്കിൽ പരീക്ഷ പേപ്പറിൽ ഉത്തരം എഴുതാൻ കഴിയാതെ പോയ കുട്ടി പരീക്ഷ പേപ്പറിനെയോ അല്ലെങ്കിൽ അധ്യാപകനെയോ ഒക്കെ കുറ്റം പറയുമ്പോൾ അതിനാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. അടുത്തൊരു സമായോജന തന്ത്രമാണ് താദാത്മ്യീകരണം അഥവാ ഐഡൻറ്റിഫിക്കേഷൻ. തൻ്റെ പരാജയങ്ങളിൽ നിന്നും തൻ്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ നികത്താൻ വേണ്ടി മറ്റൊരാളുടെ പ്രശസ്തിയിലും അവർക്ക് ലഭിക്കുന്ന പദവിയിലുമൊക്കെ സന്തോഷം കണ്ടെത്തുക. അതായത് തനിക്ക് നേടാൻ കഴിയാത്ത തൻ്റെ പരാജയങ്ങളും തനിക്ക് നേടാൻ കഴിയാത്ത ആഗ്രഹങ്ങളും മറ്റൊരാളുടെ നേട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു ടീം നേട്ടം നേടുമ്പോൾ അതിൽ സന്തോഷിക്കുക. അതുപോലെ ഒരു ഫുട്ബോൾ ടീം, ഇപ്പോൾ തനിക്ക് സ്പോർട്സിൽ ഭയങ്കര ആഗ്രഹമുള്ളൊരു കുട്ടി തനിക്ക് അതിൽ കൂടുതൽ മികവ് തെളിയിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് മറ്റൊരാളുടെ മികവിൽ സന്തോഷിക്കുകയും മറ്റൊരാളുടെ പ്രശസ്തിയിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ അഥവാ താദാത്മ്യീകരണം എന്ന് പറയുന്നത്. അടുത്ത സമായോജന തന്ത്രമാണ് റിഗ്രഷൻ അഥവാ പാർശ്വവൽക്കരണം. അതായത് പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ
പിൻവാങ്ങിയിട്ട് മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുക. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ, ഇപ്പോൾ മാതാപിതാക്കളുടെ ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടി ചെറിയ കുട്ടികളെ പോലെ മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ നഖം കടിക്കുക, ചെറിയ കുട്ടികളെ പോലെ വികൃതി കാണിക്കുക, ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന ഒരു സമായോജന തന്ത്രമാണ് പശ്ചാത്തലമനം അഥവാ റിഗ്രഷൻ. അതായത് പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടാതെ മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമായോജന തന്ത്രമാണ് ഇവിടെ പശ്ചാത്തലമനം എന്ന് പറയുന്നത്. ഇനി ആക്രമണം നമുക്കറിയാം, മറ്റുള്ളവരെ തൻ്റെ കഴിവുകളിലും കഴിവുകേടുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതി. ആക്രമണം രണ്ട് രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് പ്രത്യക്ഷ ആക്രമണം, അല്ലെങ്കിൽ പരോക്ഷാക്രമണം. പ്രത്യക്ഷ ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി നേരിട്ട് ഫൈറ്റ് ചെയ്യുക, അതായത് ഇപ്പോൾ സഹപാഠികളോട് ഒച്ച ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുട്ടി നേരിട്ട് ആ കുട്ടിയെ അടിക്കുകയും അവനോട് നേരിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ പ്രത്യക്ഷ ആക്രമണമായിരിക്കും. ഇനി പരോക്ഷമായിട്ടുള്ള ആക്രമണമുണ്ട്. ഇപ്പോൾ അച്ഛൻ ചീത്ത പറഞ്ഞ് ദേഷ്യം വന്നൊരു കുട്ടി നേരിട്ട് അച്ഛനോട് തീർക്കാതെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ പ്ലേറ്റോ ഒക്കെ എറിഞ്ഞു കൊടുക്കുക, അങ്ങനെ പരോക്ഷമായിട്ട് ആക്രമിക്കുന്നതിന് പരോക്ഷാക്രമണം എന്ന് പറയും. സമായോജന തന്ത്രങ്ങൾ ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ടുള്ളത് സമായോജന തന്ത്രങ്ങൾ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ കേഡറ്റ് പരീക്ഷയിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ളത് ഇത്രയുമാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.